മുഖ്യമന്ത്രി തർക്കത്തിൽ വി.ഡി. സതീശനെ പരസ്യമായി പിന്തുണച്ച ലീഗ് നിലപാടിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം. ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഭരണം ലഭിച്ചാൽ ലീഗ് ചെലുത്താനിടയുള്ള സമ്മർദ്ദത്തിന്റെ സൂചനയായും കോൺഗ്രസ് നേതാക്കൾ ലീഗ് നിലപാടിനെ കാണുന്നു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി തർക്കത്തിൽ വി.ഡി. സതീശനെയാണ് ലീഗ് പിന്തുണയ്ക്കുന്നതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനു മുൻപ് തന്നെ ഹൈക്കമാൻഡിനെ ലീഗ് നേതാക്കൾ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു എന്ന വിവരവും പിന്നീട് പുറത്തുവന്നു. അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധിയെഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരിപ്പിച്ച ഒരു നീക്കമായിരുന്നു ലീഗിൻ്റേത്. കാരണം ഘടകകക്ഷികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുന്ന ഒരു രീതി കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലില്ല. ആ പതിവാണ് ലീഗ് പരസ്യമായി തെറ്റിച്ചത്. ഭാവിയിൽ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDF-ൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങൾ അതിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. മാത്രമല്ല KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ രണ്ട് മുതിർന്ന നേതാക്കളെയാണ് ലീഗ് ഇതോടെ പരസ്യമായി തള്ളിപ്പറഞ്ഞതും. കോൺഗ്രസിനുള്ളിൽ പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ ലീഗ് നിലപാടിൽ അതൃപ്തരാണ്. ലീഗ് പക്ഷം പിടിച്ചതിൽ മാത്രമല്ല ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്തതിലും കോൺഗ്രസ് നേതാക്കൾക്ക് അമർഷമുണ്ട്. ഭരണം ലഭിച്ചാൽ മുസ്ലിം ലീഗ് നേതൃത്വം ചെലുത്താനിടയുള്ള സമ്മർദ്ദത്തിൻ്റെ സൂചനയായി ഒരു വിഭാഗം നേതാക്കൾ ലീഗ് നീക്കത്തെ കാണുന്നു. പഴയ 5-ാം മന്ത്രിവാദവും അത് UDF-നുണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടികളും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമായ ധാരണയോടെ എതിർപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് പരസ്യ നിലപാട് സ്വീകരിച്ചത്. UDF-ൽ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ശക്തിയായി തങ്ങൾ വളർന്നുവെന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യവും ലീഗ് നേതൃത്വത്തിനുണ്ട്. ലീഗിനെ നെഹ്റു ചത്ത കുതിരയെന്ന് വിശേഷിപ്പിച്ചതും സ്പീക്കറാകുന്നതിനു വേണ്ടി സീതി സാഹിബിന് തൊപ്പി ഊരേണ്ടി വന്നതും മുസ്ലിം ലീഗ് നേതൃത്വം മറന്നിട്ടില്ല. അന്ന് കോൺഗ്രസിന് വഴങ്ങിയ മുസ്ലിം ലീഗിൻ്റെ മധുരമായ പ്രതികാരമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് ലീഗ് പുതിയ നീക്കത്തിലൂടെ. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.